പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അമ്മുമ്മ ചെയ്ത പ്രവൃത്തിയൊക്കെ നൈസാണ് പ്രഭാവതി അമ്മ. പക്ഷേ അനാവശ്യ മോട്ടിവേഷൻ കൊടുത്ത് അതൊരു തുടർ എപ്പിസോഡായി കൊണ്ടുപോകാൻ ഈ അമ്മുമ്മയെ അനുവദിക്കരുത്. അമ്മുമ്മ പൊതുനിരത്തിലിറങ്ങി വീണ്ടും ഇതേ പണി ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ വെറുതെ എന്തിനാണ് നിയമവും പോലീസും അതിനേൽപ്പിച്ചേക്കുന്ന PWDയും അതിനേൽപ്പിച്ചിരിക്കുന്ന മറ്റു ഉദ്യോഗസ്ഥരും? ഫുട്പാത്തിലൂടെ വണ്ടി ഓടിക്കുന്നവരെ പിടിക്കേണ്ടത് പ്രഭാവതിയാണോ സത്യത്തിൽ? അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരു തനതായ ഒരു വ്യക്തിയാണോ? അതിനുള്ള ആളാണോ പ്രഭാവതി? അതിനാണ് പോലീസും ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റും ഭരണകൂടവുമൊക്കെ. ഒരു പൗരൻ ഒരു അനീതി തടഞ്ഞെന്ന് കരുതി അയാളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ക്യാപ്ഷൻ എഴുതി അവിടെ കുറേ മാധ്യമക്കാരും. ഈ മാധ്യമക്കാരുടെ കാര്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വൈറലിൻ്റെ ലഹരി പിടിച്ചവരെയൊക്കെ മാധ്യമങ്ങൾ കൊണ്ടുപോയി തുലച്ച ചരിത്രമേ ഉള്ളൂ. ഒരു രേണുസുതി, അതുപോലെ തന്നെ കുറേ ഉണ്ട്. ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. എൻ്റെ പൊന്നു മാധ്യമങ്ങളെ, മനുഷ്യരെ മിസ്ലീഡ് ചെയ്യരുത്. അവർ പോണ വഴിക്ക് അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ചുമ്മാ ക്യാമറയും തൂക്കി അവരുടെ പുറകെ ചെന്ന് അവരിലേക്ക് വൈറൽ ലഹരി പിന്നെയും ഇഞ്ചക്റ്റ് ചെയ്യരുത്. സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്നെ സമൂഹത്തിന് വേണ്ടത് കുറേ വൈറൽ ഹീറോകളെയല്ല, കൂടുതൽ ഉത്തരവാദിത്തമുള്ള സംവിധാനങ്ങളെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇറക്കുകയും കുറെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ. നടപ്പാതയിലൂടെ കയറിയ സ്കൂട്ടർ വീണ്ടും തടഞ്ഞ് പ്രഭാവതി അമ്മ കേട്ടോ. കോഴിക്കോട് എരഞ്ഞിപ്പാലം സിഗ്നലിൽ വെച്ച് തന്നെയാണ് പ്രഭാവതി അമ്മ വീണ്ടും വാഹനം തടഞ്ഞത്. നടപ്പാതയിലൂടെ കയറിയ സ്കൂട്ടർ തിരിച്ച് റോഡിലേക്ക് എടുപ്പിച്ചു. ഏത് ഷോപ്പിൽ ആ ഷോപ്പിൽ ഫുട്പാത്ത് കൂടെയാണോ പോവുക? അതിന്റെ ഷോപ്പിന്റെ മുന്നിൽ വഴിയില്ലേ? ഷോപ്പിന്റെ മുന്നിൽ വഴിയില്ല. വിവരങ്ങളുമായി രാഹുൽ KV നമുക്കൊപ്പം ചേർന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ട്രാഫിക് പോലീസ് പലപ്പോഴും പല ശ്രമങ്ങളുമൊക്കെ നടത്തിയാലും അത് വിജയിക്കുന്നില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ട്രാഫിക് പോലീസ് ഇതിലൊന്നും ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാനും കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ പ്രഭാവതി അമ്മയെ ഈ കാര്യങ്ങൾക്കായി ഒരു മേൽനോട്ടത്തിന് നിയോഗിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്താണ് ഉണ്ടായത് വീണ്ടും? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും അങ്ങനെ അങ്ങ് പിന്നോട്ടില്ല, ഇത് തുടരുമെന്ന് തന്നെയാണ് പ്രഭാവതി അമ്മ പറയുന്നത്. കാരണം ഇവർ നേരെ റോഡിലേക്ക് ഇറങ്ങി നിന്ന് എവിടെ നിന്നെങ്കിലും വാഹനങ്ങൾ തടയുക, അല്ലെങ്കിൽ ഫുട്പാത്തിലേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചിറക്കുക എന്നതല്ല. അവരുടെ വീട് അതിനടുത്ത് തന്നെയാണ്, താമസ സ്ഥലം. അവിടെ നിന്ന് ഇറങ്ങി ഫുട്പാത്തിലൂടെ കടന്ന് റോഡിലേക്ക് പോകണമെങ്കിൽ നേരെ കാണുന്ന കാഴ്ചയാണ് പ്രഭാവതി അമ്മയെ സംബന്ധിച്ച്. അങ്ങനെ നേരിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്, 73 വയസ്സുകാരിയാണ്. അങ്ങനെയാണ് ആദ്യമേ തന്നെ അവർ ആ ഇരുചക്ര വാഹനം തടഞ്ഞ് തിരിച്ചിറക്കിയത്. അത് വൈറലായി. ഏതായാലും ആ ഒരു ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പ്രഭാവതി അമ്മ പറയുന്നത്. നമ്മൾ ഈ ഒരു സംഭവത്തിന് ശേഷവും നാടൊന്നടങ്കം ഏറ്റെടുത്ത ദൃശ്യങ്ങളാണ് ചർച്ചയായി. ഗതാഗത മന്ത്രിയുടെ പ്രതികരണം അടക്കം വന്നു. ഈ ഫുട്പാത്തിലൂടെ വാഹനങ്ങൾ പോയാൽ കർശന നടപടിയെടുക്കുമെന്നൊക്കെ മന്ത്രി അടക്കം പറഞ്ഞതാണ്. അതിനുശേഷം എന്തെങ്കിലും മാറ്റം വന്നോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എന്തായാലും പോയത്. ആ സമയത്താണ് വീണ്ടും പ്രഭാവതി അമ്മ ഇതുപോലെ ഒരു ഇരുചക്ര വാഹനം ഓടിച്ചു വന്ന ആളെ തടഞ്ഞ് തിരിച്ചിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏതായാലും ആദ്യമേ ഒന്നും ഈ സ്കൂട്ടർ തിരിച്ച് റോഡിലേക്ക് ഇറക്കുന്നതിന് അദ്ദേഹം തയ്യാറായില്ല, ഡ്രൈവർ തയ്യാറായില്ല. കുറച്ചധികം സമയം സംസാരിച്ച തർക്കമെന്ന വണ്ണം തന്നെയായി. അതിനുശേഷമാണ് റോഡിലേക്ക് ഇറക്കുന്നതിന് തയ്യാറായത് എന്നത് തന്നെയാണ്. ഇപ്പം തന്നെയാണ് നമ്മൾ ആ വാർത്തയിൽ പറഞ്ഞൊരു കാര്യം, ഒട്ടനവധി ഇരുചക്ര വാഹനങ്ങളാണ് ഫുട്പാത്തിലൂടെ കയറി പോകുന്നത്. അപകടങ്ങളും തുടർച്ചയായി അവിടെ സംഭവിക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രഭാവതി അമ്മയുടെ ആദ്യ വീഡിയോ വന്ന അത് കോടിക്കണക്കിന് ആളുകൾ കണ്ടു, വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തു. ആ സ്കൂട്ടർ ഓടിച്ചയാൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി എടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലൈസൻസ് തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, പിഴ ഈടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഈ സ്കൂട്ടർ യാത്രികർ ഇങ്ങനെ തുടരുന്നു എന്ന് തന്നെയാണ്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നലുകളിലൊന്നാണ്, ജംഗ്ഷനുകളിലൊന്നാണ് എരഞ്ഞിപ്പാലം. അവിടെ ഈ റെഡ് ലൈറ്റ് കത്തിക്കിടന്നാൽ കാറടക്കം വലിയ വാഹനങ്ങൾ റോഡിൽ തന്നെ തുടരും. ആ സമയത്ത് കുറച്ച് സമയം പോലും അവിടെ ചിലവഴിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ആളുകളാണ് ഏതായാലും ഈ ഫുട്പാത്തിലൂടെ കയറി പോകുന്നത്. ഇപ്പോൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഒക്കെ തന്നെ നടപടി എടുക്കുന്നത് വളരെ കുറവാണ്. നടപടി എടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ അതിലൂടെ കയറി യാത്ര തുടരുന്നത്. പല രീതിയിലുള്ള വേണ്ടില്ല, കുറച്ച് വേഗത്തിൽ എത്താൻ കഴിഞ്ഞാൽ അത് നല്ലതല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം രാഹുൽ. പക്ഷെ ഇവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയാൽ പഞ്ചപുച്ഛമടക്കി അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. പക്ഷെ
നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇവർക്ക് ബാധകമേ അല്ല. പോസ്റ്റ് ഒട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോസ്റ്റ് ഒട്ടിക്കും. ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ മൂത്രമൊഴിക്കും. ഇതാണ് നമ്മുടെ നാട്ടിലെ ചിലർ. ചില ഇടവഴികളിലൂടെ നടക്കാനേ പറ്റില്ല എന്നതാണ് അവസ്ഥ. പിന്നെ പബ്ലിക് ടോയ്ലറ്റ്സ് ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാലമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കിനി ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ പോലും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയാൽ അവിടുത്തെ ശുചിമുറി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പല സൗകര്യങ്ങളും ഉള്ളപ്പോഴും അത് പലരും ചെയ്യാറില്ല എന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. കാൽനട യാത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ. ചെറിയ വേഗതയിലൊന്നും അല്ല കേട്ടോ ഈ കാൽനട യാത്രക്കാരെ മറികടന്നുകൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ നടപ്പാതയിലൂടെ കടന്നു പോകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യരുത്.